മനുഷ്യന്മാരൊക്കെ പകുതി മുക്കാലും നല്ല മനുഷ്യരാണ്. കുറച്ച് പേർക്ക് മാത്രമേ മറ്റുള്ളവർ നന്നാകുന്നതിലുള്ള നെഞ്ചുവേദനയൊക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ 60% മനുഷ്യരും നല്ല മനുഷ്യരാണ്. പക്ഷെ പ്രോബ്ലം അതല്ല പ്രശ്നം. ഇങ്ങനെ ചെയ്യണ കാര്യം അവരുടെ ക്രെഡിറ്റിലാണ് അവർ ചെയ്യണത്. ഞാനല്ലേ നിനക്ക് ജോലി വാങ്ങിച്ചതെന്നും പറഞ്ഞുകൊണ്ട് മരണം വരെ അവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കും. അപ്പോഴത് നമ്മുടെ ക്രെഡിറ്റിലായി. നമുക്ക് സഹായിക്കാൻ അവസരം കിട്ടി, സഹായിച്ചു, ദാറ്റ്സുള്ളേ. പിന്നെ നമ്മൾ അതിൻ്റെ പങ്ക് പറ്റാൻ വേണ്ടി അവരുടെ ബഹുമാനവും ആദരവൊക്കെ പറ്റാൻ വേണ്ടി നടക്കുമ്പോഴാണ് അത് നമ്മുടെ വകുപ്പിലായി പോകുന്നത്. മറിച്ച് അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോഴാണ് അനുതാപത്തിൻ്റെ അനുഗ്രഹമായി വരുന്നത്. അതായത് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മളത് ചെയ്യുമ്പോൾ ദൈവനാമത്തെ ചെയ്യണമെങ്കിൽ വലിയ അനുഗ്രഹം ലഭിക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഇങ്ങനെയുള്ള സൽപ്രവൃത്തികൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി അനുതാപ പ്രവർത്തനങ്ങൾ പോലെ ചെയ്ത് കൃപ പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് അറിയാവോ? അതായത് അക്രൈസ്തവ സഹോദരങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്കും കൂടി രക്ഷപ്പെടാനും അനുഗ്രഹം പ്രാപിക്കാനും വേണ്ടിയുള്ള ദേവജസ്സുകളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതെന്ന് മനസ്സിലാക്കണം. ഇപ്പം അതിൻ്റെ അകത്ത് ചുങ്കക്കാർ വരുന്നില്ല. ചുങ്കക്കാർ ശരിക്കും പറഞ്ഞാൽ ബൈബിൾ ഓഡിയൻസ് അല്ല, യഹൂദന്മാരാണ് ബൈബിൾ ഓഡിയൻസ്. ഇപ്പം യഹൂദന്മാരായാലും ക്രൈസ്തവരായാലും അവരെല്ലാം സപ്ലൈ ഓഫീസിൻ്റെ ചുമതലയേ ഉള്ളൂ. ദൈവം കൊടുത്തിരിക്കുന്ന സംഭവം ജനങ്ങൾക്ക് വിതരണം ചെയ്യുക. ആ ജനങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പട്ടാളക്കാരുണ്ട്. പട്ടാളക്കാർ വന്ന് ചോദിച്ചു, ഇപ്പം 3:14 ലുക്കായുടെ സുവിശേഷം 3, ആ പട്ടാളക്കാർ മൊത്തം റോമാക്കാരാണ്. അവരൊന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, ഗുഡായിസം കാണിക്കരുത്, കൊട്ടേഷൻ പരിപാടിയൊന്നും കാണിക്കരുത്, മസിൽ പവറൊന്നും കാണിക്കരുത്, ദാർഢ്യം കാണിക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ മനുഷ്യനോട് മാർദ്ദവത്തോടെ മനുഷ്യത്വത്തോട് പെരുമാറണത് പോലും ദൈവനാമത്തെ കാഴ്ചവെച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ശക്തിപ്പെടും. പ്രാർത്ഥിക്കുക, കർത്താവേ, മറ്റുള്ളവരോട് ദാർഢ്യമില്ലാതെ ഈശോയെ ഹൃദയംഗമായിട്ട് പെരുമാറി എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ടാക്സ് ഓഫീസർമാർ വന്ന് അവർ ചോദിച്ചു, ഉദ്യോഗസ്ഥന്മാർ അവരൊന്ന് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അനുതാപത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് ആഭിമുഖ്യത്തോടുകൂടി ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴേ പറഞ്ഞ്, നിങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്, കൈക്കൂലി വാങ്ങിക്കരുതെന്ന് എൻ്റെ അർത്ഥം. കൈക്കൂലി വാങ്ങിക്കരുത്. അപ്പം നമ്മളൊക്കെ കൈക്കൂലിയൊക്കെ വാങ്ങിക്കാതിരുന്നാൽ തന്നെ അത് വലിയ അനുഗ്രഹമായിട്ട് മാറിച്ചിരിക്കുക. ആ ദൈവനാമത്തെ കാഴ്ചവെക്കണമെന്നേ ഉള്ളൂ. ഇത് ലുക്കായുടെ സുവിശേഷമാണ് 3, 11, 12, 13, 14 തിരുവചനങ്ങളിലെ. ഇതൊന്നും യഹൂദന്മാരോട് പറഞ്ഞതല്ല, അക്രൈസ്തവരോടും അതായത് അയഹൂദന്മാരോട് പറഞ്ഞിട്ടുള്ളതാണ് ഇതെല്ലാം. എല്ലാവരോടും പൊതുവായിട്ട്, അതായത് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് പൊതുവായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതത് മനസ്സിലാക്കി, ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ അത് ബാധകമൊന്നും അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹം ലഭിക്കത്തില്ല. അപ്പം ബാധകമാണെന്ന് പറഞ്ഞാൽ തീർന്ന കാര്യം. അതോടുകൂടി നിൻ്റെ കുടുംബം രക്ഷപ്പെടാൻ തുടങ്ങും. അച്ഛനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും 101% സത്യമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങൾക്കും എല്ലാവർക്കും കർത്താവിൻ്റെ വചനം സ്വീകരിച്ച് നടപ്പിൽ വരുത്തി അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ
ഹല്ലേലൂയ 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 യേശുവേ സ്തുതി 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതെല്ലാം നമുക്കറിയാം, ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നിങ്ങൾ അക്രൈസ്തവ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ ക്രൈസ്തവരാണ്, പക്ഷെ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിലാണ് ഇതുപോലുള്ള സൽപ്രവൃത്തികൾ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുന്നത് നിങ്ങളുടെ മനുഷ്യാത്മാവല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത് ചെയ്യണത്. അപ്പം അതിന് മനസ്സിലായില്ലേ? എല്ലാവരിലും ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. ക്രിസ്തുവിന് മുമ്പ് പ്രവർത്തിച്ചവരിൽ പോലും ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. കാര്യം എന്താണ്? ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ 12 വായിക്കും, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നുവെന്ന്. അപ്പം ക്രിസ്തുവിന് മുമ്പും പ്രവർത്തിച്ചവരിൽ, ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റൂത്തിനെ കണ്ടില്ല, റൂത്ത്. ഇപ്പോൾ റൂത്ത് അവളുടെ ഭർത്താവ് മരിച്ചു, മഹാസങ്കടത്തിലായിപ്പോയി. അവളുടെ അമ്മായിയപ്പൻ മരിച്ചു. അപ്പോഴവളുടെ അമ്മായിയമ്മ നവോമി വിധവയായി. ഒരു കുടുംബാംഗം തന്നെ ഛിന്നഭിന്നമായി. നവോമി സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോരുമ്പോൾ റൂത്ത് പറഞ്ഞു. അപ്പോൾ റൂത്തിനോട് നവോമി പറഞ്ഞു, മോള് ഇപ്പം ഹസ്ബൻഡ് ഇല്ലല്ലോ നിനക്ക്, നീ ചെറുപ്പമല്ലേ, നീ നിൻ്റെ സ്വന്തം നാട്ടിൽ പോയി മോവാബ് ദേശത്ത് പോയി പുതിയ കല്യാണം കഴിച്ച് നീ ജീവിക്കൂ. ഈ വൃദ്ധയായ എന്നെ നോക്കി നിൻ്റെ ജീവിതം എന്തിനാ സ്പോയിൽ ചെയ്യണതെന്ന് നല്ല വാക്ക് പറഞ്ഞ് യാത്രയാക്കും റൂത്തിനെ. അപ്പം റൂത്ത് പറയേണ്ടൊരു വാക്കുണ്ട്. എന്താണ്? ഞാൻ അമ്മയെ വിട്ട്, ഇപ്പം 1:6 റൂത്തിൻ്റെ പുസ്തകം 1:6, 1:9 വായിക്കുമ്പോൾ അമ്മയുടെ, അതായത് ഞാൻ അമ്മയെ വിട്ട് പോകത്തില്ല. നമ്മളിപ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്? ക്രിസ്തുവിന് മുമ്പുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവിനെക്കുറിച്ചാണ് സംസാരിക്കണത്. എപ്പോഴും മനസ്സിലാക്കണം, ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് മുമ്പുമുണ്ട്, ക്രിസ്തുവിന് ശേഷവുമുണ്ട്. ആരെല്ലാം നന്മ പ്രവർത്തികൾ ചെയ്യുന്നോ അത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഇറ്റ് ഈസ് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. ദാറ്റ്സ് എ പോയിന്റ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വചനങ്ങള് അന്തരാളങ്ങളിലെ അന്തരാർത്ഥത്തിലെ മനസ്സിലാക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പോൾ അമ്മയെ ഞാൻ വിട്ടു പോകത്തില്ല. അമ്മയുടെ നാടാണ് എൻ്റെ നാട്, അമ്മയുടെ ചർച്ചക്കാർ ആണ് എൻ്റെ ചർച്ചക്കാർ. എന്നിട്ട് റൂത്തൊരു വാക്ക് പറയും. എന്താ പറഞ്ഞത്? അമ്മയുടെ ദൈവമാണ് എൻ്റെയും ദൈവം. റൂത്ത് 1:16 അമ്മയുടെ ദൈവമാണ് എൻ്റെയും ദൈവം എന്ന്. എന്നിട്ട് നമുക്കറിയാം ഇത് ഇവരിലെല്ലാം എന്തുമൊക്കെ ഈ റൂത്ത് അവസാനം ബോവാസിനെ വിവാഹം കഴിക്കും. ബത്ലഹേമിൽ വന്ന് അവർക്ക് ഒബേദ് എന്ന് പറഞ്ഞ മകൻ ജനിക്കും. ഒബേദിന് പിന്നീട് ജെസ്സെ ജനിക്കും. ജെസ്സയ്ക്ക് പിന്നെ ദാവീദ് ജനിക്കും. അങ്ങനെ ദാവീദ് വംശത്തിൽ ഈശോ ജനിക്കും. അപ്പോൾ ഇവർക്കെല്ലാം എന്തോ ഒരു ക്ലൂ ഉണ്ട് അവരുടെ ഉള്ളിലെല്ലാം. അവരിങ്ങനെയൊക്കെ പറയുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കണ ഒരു ആത്മാവുണ്ട് റൂത്തിലുണ്ടത്. റാഹാബിലും അങ്ങനെ തന്നെയാണ്. റാഹാബിലെ ജെറിക്കോയിലെ റാഹാബ്, അപ്പോൾ ജെറിക്കോ പട്ടണം കീഴടക്കാൻ വേണ്ടി വരുമ്പോൾ റാഹാബ് ആ നഗര കവാടത്തിൽ താമസിക്കുന്നുണ്ടാവും. അവിടെയാണ് ഉറ്റുനോക്കാൻ വന്നവർ താമസിക്കുന്നത്. പക്ഷെ വേണമെങ്കിൽ അവരെ ഒറ്റിക്കൊടുക്കാം റാഹാബിനെ. റാഹാബ് ഒറ്റിക്കൊടുക്കത്തില്ല. റാഹാബ് ഒറ്റിക്കൊടുക്കാതെ റാഹാബ് പറയും, എനിക്ക് തോന്നണത് ഈ ദേശം നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന്. അപ്പം നമ്മൾ ജോഷുവ 2:9 വായിക്കുമ്പോൾ റാഹാബിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പിരിറ്റാണത്.
എൻ്റെ മനസ്സ് പറയണേ, ഈ ദേശം നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് തരും. എന്നിട്ട് രാഹാവ് വേറെയും കുറച്ച് കാര്യം പറയും. 1:10 ചില പറയും, അതായത് ആകാശത്തിലും ഭൂമിയിലും കർത്താവല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയും. രാഹാബ് ആരാണ്? ഒരു വിജാതി സ്ത്രീയാണ്. റൂത്ത് ആരാണ്? ഒരു വിജാതി സ്ത്രീയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളിൽ വരണ ഒരു വാക്കില്ലേ, ഇപ്പം അവർ വിജാതി സ്ത്രീയാണെങ്കിലും അവർ കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതേക്കുറിച്ച് പിന്നീട് പൗലോസ് പറയണത്, ഇപ്പം ജോഷുവ 1:9 അല്ല 2:9 രാഹാവ് പറയുന്നത് കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തരുമെന്ന് പറയുമ്പോഴും അതിലെല്ലാം ദൈവത്തിൻ്റെ ഒരു വചനമുണ്ട്. ദൈവത്തിൻ്റെ ഒരു നടക്കാൻ പോണ ഒരു പ്രവചനമാണിതെല്ലാം. ഈ അർത്ഥത്തെ റൂത്തും പ്രവാചികയാണ്. ഈ അർത്ഥത്തിൽ രാഹാബും പ്രവാചികയാണ്. വിജാതിയരാണ്, പക്ഷെ അവർ പ്രവാചകരാണ്. എന്താ കാര്യം? ദൈവികമായ പദ്ധതി അവരുടെ ഉള്ളിൽ ദൈവം പ്രചോദിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പിന്നീട് പത്രോസ്ലീഹ പറയും. അതായത് പത്രോസ്ലീഹ എന്നാ പറയണത്? 1 പത്രോസ് 1:10 നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെക്കുറിച്ച്, അതായത് ഈ റൂത്തിനും രാഹാബിനും മറ്റ് പ്രവാചകന്മാർക്കും അതാ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെക്കുറിച്ച് അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു. ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള റൂത്തും അവരെ പ്രിസ്ക്രൈബ്ഡായിട്ട് അവരെ പ്രവാചകന്മാരെന്ന് വിളിക്കണില്ലെങ്കിൽ പോലും അവരാ ഫങ്ഷൻ ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. റൂത്തും പറഞ്ഞത് എന്താണ് പറയുന്നത്? അമ്മയുടെ ദൈവം എൻ്റെയും ദൈവം. അത് പ്രവചനമാണ് ശരിക്കും. പിന്നീട് അങ്ങനെ സംഭവിക്കുകയും ചെയ്യും. ബോവാസിനെ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അത് നടക്കാൻ വരാൻ പോകുന്ന സംഭവമാണ് പറയണത്. അമ്മയുടെ ദൈവം എൻ്റെയും ദൈവം. റൂത്ത് 1:16. അത് തന്നെയാണ് ജോഷുവ 2:9 പറയണത്. എന്താ പറയണത്? ഈ ദേശം കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഭൂലോകത്ത് കർത്താവല്ലാതെ വേറെ ദൈവമില്ല, ഭൂമിയിലായാലും ആകാശത്ത്. രാഹാബ് പറയണതാണ്. അപ്പോൾ ഇവരെ കൊണ്ടെല്ലാം പറയിപ്പിച്ചത് ആരാണെന്നാണ്, ഈ പ്രവചനങ്ങളെല്ലാം പറയിപ്പിച്ചത് ആരാണെന്നാണ് പത്രോസ് പറയണത്. വിശുദ്ധ പത്രോസ് ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തമഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. ആര് മുൻകൂട്ടി പ്രവചിച്ചാലും അത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പ്രവചിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരുന്നതും റൂത്തിലുണ്ടായിരുന്നതും എല്ലാം ഇതുകൊണ്ടാണ് ഇവർ പിന്നീട് രക്ഷാവൃക്ഷത്തിലെ അമ്മമാരായിട്ട് മാറാൻ കാര്യം. രക്ഷാവൃക്ഷത്തിലെ കാര്യം ക്രിസ്തുവിൻ്റെ ആത്മാവ് വല്ല ഉണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ ആത്മാവ് വല്ല ഉണ്ടതുകൊണ്ടാണ് അവർക്ക് ആ പ്രവചനം കിട്ടിയത്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ രക്ഷാവൃക്ഷത്തിലെ അമ്മമാരായിട്ട് മാറും പിന്നീട്. അതായത് റൂത്ത് ബോവാസിൻ്റെ പിതാവായിരുന്നു സാൽമോന്. ഇപ്പം നമ്മൾ മത്തായിയുടെ ശ്ലീഹായുടെ സുവിശേഷമൊക്കെ 1:5 വായിക്കുമ്പോൾ സാൽമോൻ ബോവാസിൻ്റെ പിതാവാണ്. അപ്പോൾ ബോവാസിൽ നിന്ന് ഒബേദ് ജനിച്ചു. റൂത്തിൻ്റെ ഭർത്താവാണ് ബോവാസ്. ഒബേദിൽ നിന്ന് ജസ്സെ ജനിച്ചു. ജസ്സയിൽ നിന്ന് ദാവീദ്. അപ്പോൾ നോക്കിയേ, ഇവർ രക്ഷാവൃക്ഷത്തിലെ അമ്മമാരെ റൂത്ത് മാറിയത് എന്തുകൊണ്ടാണ്? ഇവരിൽ ഈ ദൈവജ്ഞാനം, ദൈവാത്മാവ് കുടികൊണ്ടുപോകണം, ക്രിസ്തുവിൻ്റെ ആത്മാവ് കുടികൊണ്ടുപോകും. അതുകൊണ്ടാണ് പൗലോസ് പിന്നീട് ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ പൗലോസ് പറയും, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവരാണ് ക്രിസ്തുവിനുള്ളവരെന്ന്. ക്രിസ്തുവിന് ഇപ്പം നമ്മൾ റോമ 8:9 വായിക്കുമ്പോഴേ റോമ 8:9 വായിക്കുമ്പോൾ വളരെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വളരെ ഹൃദ്യമായി സംസാരിക്കുന്നുണ്ട് അവിടെ ഈ വിഷയത്തെക്കുറിച്ച്. ക്രിസ്തുവിൻ്റെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. റോമ 8:9 ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല.
അപ്പോൾ റുത്ത് ജഡികയല്ല ശരിക്കും. അതുപോലെ തന്നെ റാഹാബും ജഡികയല്ല. നമ്മളവരെ വേശ്യ എന്നൊക്കെ പറയും. പക്ഷെ പ്രശ്നം എന്താ, ഇവരിലെല്ലാം ഈ ആത്മാവ് വസിക്കുന്നുണ്ട്, ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ സൂചനയായിട്ട്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് റോമ 8:9 പറയണത്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. റാഹാബ് ക്രിസ്തുവിനുള്ള ആളാണല്ലോ, റൂത്ത് ക്രിസ്തുവിനുള്ള ആളാണല്ലോ, താമര ക്രിസ്തുവിനുള്ള ആളാണല്ലോ. പക്ഷേ താമര വേശ്യ എന്ന് പറയും, അതുപോലെ റാഹാബ് വേശ്യ എന്ന് പറയും. പക്ഷേ എപ്പോഴും നമ്മൾ കണക്കാക്കുന്ന പോലെയല്ല കാര്യങ്ങളുടെ പോക്ക്. എന്തെങ്കിലും പറയാമെന്നറിയാവോ? ഞാൻ പാപിയാണ്, എനിക്ക് ശിക്ഷ വിധിക്കും, എന്നെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. മറിച്ച് അങ്ങനെയുള്ള നിരാശ ഉണ്ടാവരുത്. അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കാത്തവരും ദൈവത്തിന് അകന്നു പോകുന്നവരും ഇനിയിപ്പോൾ നമ്മൾ ഇനി പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടാനാണെന്ന് വിചാരിച്ചുകൊണ്ട് നിരാശ നിപതിക്കുന്നവരുണ്ട്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്. അതായത് നീ ദൈവത്തെക്കുറിച്ചോ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ ജീവിത ക്രമീകരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ദാറ്റ് യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ ആത്മാവിലാണ്. അപ്പോൾ നിങ്ങൾ ജഡികരല്ല ശരിക്കും പറഞ്ഞാൽ, അപ്പം ജഡികരല്ല. അതുകൊണ്ടാണ് 8:9 പറയണത്, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവൻ ക്രിസ്തുവിനുള്ളവനാണ് അല്ല എൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവൻ ക്രിസ്തുവിനുള്ളവനാണ്. അപ്പോൾ റാഹാബിന് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് റാഹാബ് ക്രിസ്തുവിനുള്ള ആളാണ്. അതുകൊണ്ടാണ് റാഹാബ് ജീനിയോളജി വന്നത്. റാഹാബ് രക്ഷാപ്രശ്നത്തിൽ അമ്മയായി മാറാൻ കാര്യം അതാണ്. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അക്രൈസ്തരാകാൻ ചിലപ്പോൾ പാപാവസ്ഥയിൽ കുമ്പസാരം അങ്ങനെ ഉള്ള കുദാശകളൊന്നും ഉണ്ടാകാവുന്ന ആ സാഹചര്യത്തിലല്ലായിരിക്കും ജീവിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികളെ ദൈവത്തിൻ്റെ വചനത്തെ അനപേക്ഷിതമാവുകയും അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെച്ചാൽ യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. നിങ്ങൾ കർത്താവിൻ്റെ ആത്മാവിലാണ് നയിക്കപ്പെടുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റോമ 8:9 അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനുള്ള വ്യക്തികളാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.